ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചായക്കടി എന്താണെന്നറിയോ? റവപ്പുമാവാണ് മക്കളെ. വറുത്ത് ഒക്കെ മഞ്ഞളൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മളെ വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലിട്ട് ആദ്യം ഞാനെന്താ ചെയ്തു തരണം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൽ കടുക് പൊട്ടിച്ചിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ കടുകിട്ട് കറിവേപ്പിലിട്ട് മുളകിട്ട് എന്നിട്ട് ഒന്നുകൂടി വറുത്തെടുത്തിട്ട് കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി വേവിച്ചെടുത്ത് കുറച്ച് വേവാനാവുമ്പോൾ കുറച്ച് നെയ്യും പാർന്നു. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. വെള്ളം ഏറിയിട്ടൊന്നുമല്ല, ഞാനിങ്ങനെ വരകിയ മോഡൽ സ്റ്റേജിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, റവപ്പുമാവ് ഉണ്ടാക്കിയ വീഡിയോ. അതിലെല്ലാവരും പറയും ആ കമൻറ്റിൽ വെള്ളം ഏറിയതാണ്. വെള്ളം ഏറിയതല്ല, ഞാൻ മാക്സിമം ഇങ്ങനെ ഉണ്ടാക്കാറ്. ആ വെറൈറ്റി മോഡൽ റവപ്പുമാവ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ല. അത് എനിക്ക് എന്താ വെച്ചാൽ കഴിക്കുമ്പോൾ നമുക്കൊരു പുട്ടുംപൊടിയുടെ പോലെ ആയിരിക്കും, അങ്ങനത്തെ രീതിയിലുള്ള റവപ്പുമാവ് ഉണ്ടാവും. ഇതതിന് കുറച്ച് വെള്ളം ഉള്ള ടൈപ്പ്. ഇത് കുറച്ച് ഇങ്ങനെ കോരി തിന്നുന്ന ഒരു പരുവാണ് എനിക്കിഷ്ടം. ഇത് ഇന്ന് കുറച്ച് ട്രൈ ആക്കി വെച്ചു, അന്ന് ട്രൈ ആക്കിയിട്ടില്ല. അന്ന് മഞ്ഞൾ ഇട്ടിട്ടില്ല, അതുള്ള പരാതിയൊക്കെ ഉണ്ടായിരുന്നു. മഞ്ഞൾ ഇട്ടിക്കട് അപ്പോൾ നല്ല മുഞ്ചുള്ള റവപ്പുമാവ് നമുക്ക് കഴിക്കാലോ. അടിപൊളി ചക്കര ചായനോടുള്ള ഇഷ്ടമാണ് ഉണ്ടാവുക. ചക്കര ചായ വലിയമാക്കും എനിക്കും വിളമ്പി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ നിങ്ങളെങ്ങനെ റവപ്പുമാവ് ഉണ്ടാക്കാറ്? ഇങ്ങനെ തന്നെ അല്ലേ? വേറെ രീതിയിലാണ് ഉണ്ടാക്കാറ്? അത് ഞാൻ വറുത്തിട്ടില്ല, എന്നാൽ വറുത്തു. അന്ന് സമയം കിട്ടിയില്ല വറുക്കാൻ. അപ്പോൾ അതാണ് അങ്ങനെ വരകിയ മോഡൽ വറുത്ത ട്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടില്ല റവപ്പുമാവ് എന്തൊരു രസമാണ് കാണാൻ, നല്ല കഴിക്കാനും നല്ല മൊഞ്ചുള്ള. അപ്പോൾ നമുക്ക് കഴിച്ചാലോ. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ വെള്ളം ഏറിയിട്ടാണോ അതാണോ ഇതാണോ എന്നൊക്കെ കമൻ്റ് ഇടാതെ ഇങ്ങനെ തന്നെയല്ലേ നിങ്ങൾ റവപ്പുമാവ് ഉണ്ടാക്കാൽ. അടിപൊളിയാണ്. പല രീതിയിലുണ്ടാക്കും. ഉള്ളി തക്കാളിയല്ല, ഉള്ളി പിന്നെ ഇതൊക്കെ ഇട്ട് വാട്ടിയിട്ടും ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കും. ഇത് ഞാൻ സിമ്പിളായിട്ട് നോർമൽ ഉപ്പുമാവ് കേട്ടോ, വളരെ ടേസ്റ്റാണ്. അല്ലാതെ ഇങ്ങനെ വെള്ളമില്ലാതെ ഇങ്ങനെ നമ്മൾ കഴിക്കത് കുറച്ച് കോരി തിന്ന പരുവത്തിലാണ് ഉപ്പുമാവ് എപ്പോഴും എനിക്കിഷ്ടം. ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഓരോരുത്തർ ഫുഡ് ഉണ്ടാക്കൽ. അപ്പോൾ അതിന് നിങ്ങൾ കുറ്റം പറയല്ല, നന്നായി എന്നാണ് പറയേണ്ടത്. സൂപ്പർ ചക്കര ചായയും. പിന്നെ എന്തിനാ മക്കളെ, ഇതന്നെ ഒരു കോമ്പറ്റീഷനല്ലേ, അടിപൊളിയാണ്. ഇതിൽ കറി ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറി, ചിക്കൻ കറി ബെസ്റ്റാണ്. സൂപ്പർ. ആ വറ്റൽ മുളകിൻ്റെ ആ കറിവേപ്പിൻ്റെ ഒക്കെ ഇറങ്ങി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റാണ്. നിങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, അധികം പണിയില്ല. അപ്പം അങ്ങനെ ഉണ്ടാക്കിയ നമുക്ക് എപ്പോഴും സിമ്പിളായിട്ട് ഉണ്ടാക്കിയ രസം ഇഷ്ടം. നല്ലോണം വറുത്തുണ്ടാക്കിയല്ല ടേസ്റ്റ് ഉണ്ട്. അന്ന് വറുക്കാതെ ഉണ്ടാക്കിയത്. അപ്പം അതിൻ്റെയൊക്കെ മാറ്റങ്ങളുണ്ടാവും. നിങ്ങളെല്ലാവരും ചായ കുടിച്ച മക്കളെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ എൻ്റെ പൊന്നു മക്കൾക്ക്?
ഇന്നലെ ഞാൻ മുതിരച്ചോറുണ്ടാക്കിയില്ലേ അതിൽ അത് ടൈപ്പ് ചെയ്തപ്പോഴും മുതലച്ചോറായി മാറി. അല്ലേ, മുതിരച്ചോറ് എന്നാണ് അതിൽ ടൈപ്പ് ചെയ്തത്, പക്ഷേ ആയത് മുതലച്ചോറ് എന്നാണ് മുതിരച്ചോറ് എന്നാണ് അടിച്ചത്. ഇപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയത്. അപ്പം നിങ്ങൾ കമ്പനിയുടെ മുതലച്ചോറ് നിങ്ങൾക്കാണെങ്കിൽ കമൻറ്റിയുടെ ഒരു കാരണം കിട്ടണം. എൻ്റെ പൊന്നു മക്കളെ, മുതിരച്ചോറായിരുന്നു കേട്ടോ. ഇന്നലെ ഇപ്പം ഇന്ന് തേങ്ങാച്ചോറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നലെ തേങ്ങാച്ചോറ് വെച്ചതാണ് വെള്ളിയാഴ്ച. അപ്പോൾ ആൾക്കാർ ഇന്ന് വെള്ളിയാഴ്ചയല്ലല്ലോ ശനിയാഴ്ച അല്ലേ എന്ന് കമൻറ്റ് ഇട്ടു. സത്യം പറഞ്ഞാൽ എന്നൊരു കോമാളിയാക്കുന്ന ഒരു കമൻറ്റാണ് ഇപ്പോൾ നിങ്ങൾ ഇടുന്നത്. അതിന് ഇന്നലത്തെ തേങ്ങാച്ചോറിൻ്റെ വീഡിയോ ആണ് അതിൽ കൊടുത്തിട്ടുണ്ട് ഹെഡിങ്. എന്നിട്ട് പറയാണ് ഇന്ന് ശനിയാഴ്ച അല്ല, ഇന്ന് തേങ്ങാച്ചോറ് എന്താ, ഇന്ന് വെള്ളിയാഴ്ച അല്ലല്ലോ. ഇന്നലത്തെ വീഡിയോ ആണത്. അത് ഇന്നിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളും കളിയാക്കിയിട്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ആക്കി മാറ്റാനും എൻ്റെ പൊന്നു മക്കൾ എന്താ ഇങ്ങനെയൊക്കെ കാട്ടണം. എത്ര പ്രതീക്ഷയോടെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ മുന്നിലേക്ക് ആ വീഡിയോ എത്തിച്ചുമ്പോൾ എത്രമാത്രം പ്രതീക്ഷ ഉണ്ടാവും, നല്ല കമൻറ്റ് ഇട്ടാലും. അപ്പോൾ പിന്നെ എനിക്ക് കോമാളി വേഷം കെട്ടിയിട്ട് കമൻ്റ് അടിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഉപ്പുമാവ്. കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ചക്കര ചായ സൂപ്പറാണ്. ഒരു ശർക്കര പൊട്ടിട്ടാട്ടോ, നല്ല മധുരമുണ്ട്, അടിപൊളി ടേസ്റ്റാട്ടോ. അതിൽ പാലും കൂടെ ഒഴിച്ചാൽ നല്ല രസമുണ്ടാവും. പാലൊഴിച്ചിട്ടില്ല, ഒരു കാൽച്ചായ കുടിച്ചപ്പോൾ അപ്പം പാൽപ്പൊടി എപ്പോഴും പാൽപ്പൊടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഒന്ന് സ്കിപ്പ് ചെയ്തു. അപ്പം മക്കളെ നല്ല കമൻറ്റും ലൈക്കൊക്കെ തരിക, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബർ ചെയ്യുക, കമൻ്റ് അടിക്കുക, നല്ല സന്തോഷിച്ചിട്ടൊരു കമൻറ്റ്. അടിപൊളി മക്കളെ. നെയ്യും കൂടെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. കുറച്ച് വെല്ലിമടയിൽ നിന്ന് എടുക്കട്ടെ, ഇത്ര തിന്നൊന്നുമില്ല, കുറച്ചെടുത്തായി. വെല്ലിമ അതിൻ്റെ പകുതി എന്നാൾ കണ്ടില്ല, ബാക്കിയാക്കി. അതാ തൊടുപുര അവിടെ വറകുണ്ട്, അതൊക്കെ ചെതറിച്ച് കൊടുക്കും, പണമെന്ന് കൊടുന്ന. അപ്പോൾ അത് അതിൻ്റെതൊക്കെ ഒന്ന് വറക് പൊളിക്കണുണ്ടല്ലോ, വട്ടലല്ല, അപ്പോൾ പൊളിക്കണ ഒരു മെഷീൻ ഉണ്ട്, അത് ഇവിടേക്കിടക്കിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ പിന്നെ വെട്ടാനാണ്. വേറെ എന്തായാലും സുഖമല്ല എല്ലാവർക്കും വിചാരിക്കുന്നു. അപ്പോൾ
ഇത്രേ ഉള്ളൂ നിങ്ങളെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ, സീ യു.